നമുക്ക് ആൽഫ മെയിലിന്റെ മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ഒരു നാട്ടില് ആൽഫ മെയിലിലെ അല്ല സത്യത്തിൽ സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു statement ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലേ, ആൽഫ മെയിലൊന്നും അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ച് മനുഷ്യനെ കിട്ടുമോ എന്നുള്ള സാധാരണ ഒരാള്. അതായത് കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ള കപ്പിൾ അവർ ദിവസം രാവിലെ കരഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരല്ല. ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ജീവിതം മുന്നോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മാത്രമാണ് വേവലാതി എന്ന് വിചാരിച്ചൊരു സമൂഹം ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ള ചിലപ്പോൾ നമ്മുടെ കഥയായിരിക്കാം, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കഥയായിരിക്കാം, നമുക്ക് പരിചയമുള്ള സന്ദർഭങ്ങളായിരിക്കാം, പരിചയമുള്ള ചോദ്യങ്ങളായിരിക്കാം, ഇതൊക്കെ കൂട്ടിച്ചേർത്തൊരു സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ മൂവി ദാറ്റ് the second I heard it, I knew I wanted to be a part of. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവേ ഒരു കഥ പറയുന്ന സമയത്ത് നമുക്ക് പഴയ ഒരു ക്ലാസിക്കൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ധീരോദാത്തൻ അതിപ്രതാപവാൻ, നായകന്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന്. അപ്പൊ അതിനെ എടുത്ത് പിന്നെ എന്താ പറയാ തറയിലോട്ട് ഒരു ഒറ്റ അടി. സൂപ്പർഫിഷ്യലായിട്ട് ഒന്നും നമ്മൾ ഈ സിനിമയിൽ പറയുന്നില്ല. നമുക്ക് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒന്ന് അകത്തോട്ട് നോക്കിയാൽ കാണാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആൻഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാട്ടും വലിയ നായകൻ ആരുമില്ല അല്ലേ. നമ്മളൊന്ന് ബൈക്കിൽ കയറിയിരുന്ന നമുക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി നമ്മൾ ബൈക്കിൽ കയറിയിരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് വരും അല്ലേ. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് നായകനും നായികയൊക്കെ. അതിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വിശേഷത്തിൻ്റെ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആനന്ദ് മധുസൂദനൻ, ചിന്നു ചാന്ദിനി, മാല പാർവതി ചേച്ചി, വെൽക്കം ടു ദ ഷോ. എന്തുണ്ട് വിശേഷം? വിശേഷമാണ് വിശേഷം തന്നെയാണ്. നല്ല വിശേഷം തന്നെയാണ്. നമ്മുടെ ടീസർ ഇറങ്ങി, 2 പാട്ടുകൾ ഇറങ്ങി, ആൾക്കാർ വളരെ നല്ല രീതിയിൽ അത് സ്വീകരിച്ച് അത് ഒത്തിരി ഡിസ്കസ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ തന്നെ ചേട്ടാ എനിക്ക് ആദ്യം തോന്നുന്നത് നമ്മുടെ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ടല്ലോ, നിങ്ങളിൽ ഓരോരുത്തരും നായകന്മാരാണ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ക്യാച്ചാണ്. വളരെ ഒരു ഓർഡിനറി എവറിഡേ സ്റ്റേറ്റ്മെന്റ് ആണ് അത്. പക്ഷേ അത് ഒരു പ്രീകേഴ്സർ പോലെ ഒരു സിനിമയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെന്റ് അല്ലേ. എങ്ങനെയാണ് ആ ഒരു ഓർഡിനറിനെസ് ഒരു എക്സ്ട്രാ ഓർഡിനറിനെസ് കണ്ടുപിടിച്ച് അത് തന്നെ നമുക്ക് ഇതിന്റെ സിനിമയുടെ ഒരു മേജർ തീം ആക്കണം എന്ന് തോന്നിയത് എങ്ങനെയായിരുന്നു? സിൻസ് യു ആർ ദ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് അതിനോട് തന്നെ നമുക്കത് ചോദിച്ചു തുടങ്ങാം. വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എപ്പോഴും വിശേഷമായോ ചോദിക്കുന്നത്, എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ കഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കഥയാണ്. നമുക്ക് വളരെ പരിചിതനായ ഒരാളുടെ കഥയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയാണ്, ഒരു പുരുഷന്റെ കഥയാണ്, ഒരു വീടിന്റെ കഥയാണ്. അങ്ങനെയാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരാളാണ് ഇതിലെ നായകൻ എന്ന് പറയേണ്ടതാണ് അതിലെ ഏറ്റവും നല്ല കാര്യം എന്ന് തോന്നിയിരുന്നു. അല്ലാതെ സൂപ്പർഫിഷ്യലായിട്ട് ഒന്നും നമ്മൾ ഈ സിനിമയിൽ പറയുന്നില്ല. നമുക്ക് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒന്ന് അകത്തോട്ട് നോക്കിയാൽ കാണാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആൻഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാട്ടും വലിയ നായകൻ ആരുമില്ല അല്ലേ. നമ്മളൊന്ന് ബൈക്കിൽ കയറിയിരുന്ന നമുക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി നമ്മൾ ബൈക്കിൽ കയറിയിരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് വരും അല്ലേ. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് നായകനും നായികയൊക്കെ. അതിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയെല്ലാം സഹ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെയാണ് ഈ സിനിമയും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ കഥയാണ് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണ് അത്, വേറെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇത്രയും ഒരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നല്ലോ. ഇപ്പം ചിന്നൂനാണെങ്കിലും ചേച്ചിക്കായിരുന്നെങ്കിൽ ഈ ഒരു തീം, ഒരു എവറിഡേ തീമിനെ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഹോൾസം ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ളൊരു കോൺസെപ്റ്റ് വന്നിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു കൺസീവ് ഇറ്റ് പേഴ്സണലി? ഇപ്പൊ ചിന്നൂനാണെങ്കിൽ എന്തായിരുന്നു? ബിക്കോസ് യു ഹാവ് ബിൻ ഡൂയിങ് ഇതുപോലത്തെ ഹോൾസം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഒത്തിരി തരുന്നുണ്ട്. സോ ഹൗ ഇസ് ദിസ് ക്യാരക്ടർ, സജിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് അല്ലേ, എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ഡിഫറെന്റ് ആവുന്നത്? അല്ലെങ്കിൽ വിശേഷത്തിൽ ചിന്നുവിന് വിശേഷമായിട്ട് തോന്നിയത് എന്താണ്? എനിക്ക് ആക്ച്വലി ദ സ്റ്റോറി വിശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിചയമുള്ള ചിലപ്പോൾ നമ്മുടെ കഥയായിരിക്കാം, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കഥയായിരിക്കാം, നമുക്ക് പരിചയമുള്ള സന്ദർഭങ്ങളായിരിക്കാം, പരിചയമുള്ള ചോദ്യങ്ങളായിരിക്കാം, ഇതൊക്കെ കൂട്ടിച്ചേർത്തൊരു സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ മൂവി ദാറ്റ് the second I heard it, I knew I wanted to be a part of.
അപ്പോൾ പിന്നെ ദ ക്രൂ ഇസ് അമേസിങ്. എല്ലാവരും ഫ്രം ഡേ വൺ സ്റ്റോറി പറയുമ്പോൾ മുതൽ യു നോ ദാറ്റ് ദസ് amount of warmth that exudes out of these human beings. അത് ഈ സിനിമയിലും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ടിലാണെങ്കിലും. സോ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന സിനിമയിൽ ഈ മനുഷ്യരുടെയൊക്കെ വാംത്ത് അത് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ മൂവിയുടെ ഭാഗമാകുന്നത്. നമുക്ക് ടീച്ചർ കാണുമ്പോൾ തന്നെ ഒരു ഹോൾസംനെസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ പാട്ടുകളിൽ അല്ലെങ്കിൽ പാട്ടുകളിലോട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം, നമുക്ക് പതുക്കെ വരാം. പക്ഷെ ആ ഒരു ടീസറിലും ആ ട്രെയിലറിലും വരുന്ന സമയത്തൊക്കെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ ഒരു നമുക്ക് അറിയാണ്ട് നമുക്കൊരു ചിരിയൊക്കെ വരും. നമ്മൾ അത് കാണുന്ന സമയത്ത് ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ നമുക്ക് വരും. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു നമ്മുടെ 2 പാട്ടുകളിലും ചേച്ചിയുടെ ക്യാരക്ടർ നമുക്ക് പേഴ്സേ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം പാർവതി ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? അതൊരു സർപ്രൈസ് എലിമെന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണോ അതോ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണോ? അല്ല, അങ്ങനെ ഞാനൊരു ഭയങ്കര മെയിൻ ക്യാരക്ടർ അല്ല അതിനകത്ത് ചെയ്യുന്നത്. പക്ഷെ അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. വെച്ചാൽ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ ഇവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവേ ഒരു കഥ പറയുന്ന സമയത്ത് നമുക്ക് പഴയ ഒരു ക്ലാസിക്കൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ധീരോദാത്തൻ, അതിപ്രതാപവാൻ, നായകന്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന്. അപ്പൊ അതിനെ എടുത്ത് പിന്നെ എന്താ പറയുക, തറയിലോട്ട് ഒരു ഒറ്റയടി അങ്ങനെ ഒന്നും അല്ല. ധീരോദാത്തനും അതിപ്രതാപവാനും അല്ല എന്ന് പറയുന്ന നായകൻ എന്ന് പറയുന്നത് നിത്യജീവിതത്തിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നായകനാണ്. അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്കുള്ള കഥയാണ്. അല്ലെങ്കിൽ അത് ഒരു ക്ലാസിക്കൽ സാധനത്തിൽ നിന്ന് ഒരു ഭയങ്കര മോഡേണിറ്റിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ചിന്നുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ചിന്നുവിനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ ആദ്യം വരുമ്പോൾ എനിക്ക് ഡയറക്ടർ സൂരജിനെക്കാട്ടിയും ആനന്ദിനെക്കാട്ടിയും അവർ വന്ന് പരിചയപ്പെട്ട. ചിന്നുവിനെ തമാശ എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്നുവിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം തോന്നിയ ഗംഭീര ഒരു നടി, അല്ലെങ്കിൽ ആലോചന വ്യത്യാസമുള്ള. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ, ഇപ്പോൾ തമാശ, ഭീമന്റെ വഴി, അല്ലെങ്കിൽ ഗോളം എന്നൊക്കെ പറയുന്ന സിനിമയിൽ ചിന്നു പോകുന്ന വഴികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ കാണുന്നു. വേറെ സെൻസിബിലിറ്റി നമ്മൾ കാണുന്നു. വേറെ തരം എന്താ ധീരോദാത്തതയും അതിപ്രതാപവും അല്ലാതെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ്, ചിന്നൊരു പേരാണ് എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തത്. പിന്നെ ഡയറക്ടറിനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ആനന്ദിനെ പരിചയപ്പെട്ടു കഴിയുമ്പോൾ ചിന്നു പറഞ്ഞ പോലെ വളരെയധികം വേറെ ആലോചനയുള്ള, വളരെ സാധാരണ എന്ന് വെച്ചാൽ ഭൂമി പുറത്ത് നിൽക്കുന്ന, സാധാരണ ഞാൻ പറയുമ്പോൾ വളരെ മണ്ടപടം ഭൂമിയിൽ നിൽക്കുന്ന, ഒട്ടും തന്നെ എന്താ പറയുക എവിടെയോ അല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമുക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ വാംത്ത് എക്സ്യൂഡ് ചെയ്യുന്ന നല്ല സിനിമയാണെന്ന് ആഗ്രഹമുള്ള മനുഷ്യൻ. അപ്പോൾ അവർ പറയുന്ന ഒരു കഥ, പിന്നെയാണ് ആ കഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് മുമ്പുള്ള കാഴ്ചാശീലങ്ങളിൽ നമ്മൾ എന്താ ഒരു വടക്കു നോക്കി യന്ത്രം, ഈ ശ്രീനിവാസിൻ്റെ ഒക്കെ ചിത്രങ്ങളുടെ ഒരു ജോണറുണ്ട് എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ. അപ്പോൾ അതിൻ്റെ വടക്കു നോക്കിയ യന്ത്രത്തിലൊരു പാരനോയം ആണെങ്കിലും ഇത് പാരനോയം വിഷയമൊന്നുമല്ല. പക്ഷെ എന്താ ജീവിതത്തിൽ നമ്മൾ റിയലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യം. ഒന്ന് അത് ഫിസിക്കൽ ഒരു സൗഹൃദം, ഒരു ബന്ധം, ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്ന റിയൽ ഇഷ്യൂസ് അത് ഒരിക്കലും പറയപ്പെടുകയില്ല. മറ്റേ കല്യാണം കഴിക്കുന്നു, 2 പൂവ് ഇങ്ങനെ അടുത്ത് വരുന്നു, അത് കഴിയുമ്പോൾ ഒരു കൊച്ചുണ്ടാവുന്ന ഒരു പാട്ടിൽ തീരും, ഒരു കുഞ്ഞ് വരുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ പാട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ പാട്ടിൽ തീരൂല. ഇപ്പം ഇത് ഏതോ ഒരു സിനിമ ആരോ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചിട്ട് 2 അടുത്ത് കിടക്കുന്ന ഹസ്ബൻഡും വൈഫ്. അപ്പം ചോദിച്ചാൽ അതെന്താ അങ്ങനെ കിടക്കുന്നത്? പ്ലാനിങ് ആണ്. അപ്പം പറഞ്ഞ് ഇപ്പം തുടങ്ങിയാൽ 4-5 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും എളുപ്പമൊന്നുമല്ല കുഞ്ഞുണ്ടാകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു തവണ എന്തോ ഒരു വിവാഹം കഴിച്ച് ആദ്യ രാത്രി കഴിയുമ്പോൾ ഗർഭിണിയാവുന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സാധാരണ മനുഷ്യരുണ്ട്. ജീവിതത്തെ വളരെ അടുത്തറിയുന്ന, ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെ വേറൊരു തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടി അവരുടെ കഥകൾ ആരും പറയാറില്ല. അവരെപ്പോഴും ഈ ഇൻക്ലൂസിവിറ്റിയിലില്ല, അവർ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിരവർമ്മ എന്നൊക്കെ പറയുന്ന വേറെ ലെവല് പരിപാടികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും അല്ലാത്ത
ഒരു സമൂഹത്തിന്റെ ഒരു വലിയ ഒരു മെജോറിറ്റിയെ ഇൻക്ലൂഡ് ചെയ്യുന്ന അവരുടെ കഥയാണ് വിശേഷം എന്ന് പറയാൻ പറ്റും. എത്ര ഭംഗിയല്ലേ ചേച്ചി അത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഒരു ഈ പറഞ്ഞ വളരെ പ്ലസന്റ് ആയിട്ടും വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും ജസ്റ്റ് ലൈക്ക് ഹൗ ദ ഫിലിം റെപ്രസെന്റ്സ് അതുപോലെ തന്നെയാണ് ഇപ്പം ചേച്ചി അത് എക്സ്പ്ലെയിൻ ചെയ്തത്. വിച്ച് ബ്രിങ്സ് മീ ടു ദ സബ്ജക്ട്. ഈ സിനിമ ഡീൽ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയും. ഇപ്പം ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൺസെപ്ഷൻ, ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ബോഡി ഇമേജ് എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഫ്രം വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടീസർ ആൻഡ് ദ ഫിലിം, നമ്മുടെ സോങ്സ്. പക്ഷെ ഇതിന് മൊത്തത്തിൽ ഒരു ഹ്യൂമർ ടച്ച് ഉണ്ടെന്നും കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതെങ്ങനെയാണ്? ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈവൻ റൈറ്റിങ്ങിന്റെ സമയത്തല്ല ആനന്ദേട്ടനും ഒത്തിരി ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. പെർഫോം ചെയ്യുന്ന സമയത്ത് പാർവതി ചേച്ചിക്കും ചിന്നുവിനും ഒക്കെ ഒത്തിരി. ബിക്കോസ് ഈ ഒരു ടൈമിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ നോട്ട് ടു ഹേർട്ട് എനി വൺസ് സെന്റിമെന്റ്സ് ഇൻ എനി വേ. നമ്മൾ അറിയാണ്ട് പോലും അത് ചെയ്യാൻ പാടില്ലല്ലോ. അതെങ്ങനെയായിരുന്നു? ഹൗ വാസ് ദാറ്റ് പ്രോസസ്? 3 പേർക്കും അത് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഫ്രം ആനന്ദേട്ടൻ? എനിക്ക് തോന്നുന്നത് നമ്മളൊരാളുടെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് ചിരിയായി മാറുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. നമ്മൾ അയാളോടൊപ്പം ഇപ്പൊ വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിയാൽ അയ്യോ കഷ്ടം, പക്ഷെ നമ്മൾ ചിരിക്കുക ചെയ്ത്. നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ അതിനെ മോക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി എനിക്ക് തോന്നുന്നു നമുക്ക് എന്തൊക്കെ പലഹാരങ്ങൾ ഇഷ്ടമാണെങ്കിലും മധുരത്തിനോടൊരു പ്രത്യേക ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ഉരുളക്കകത്ത് ഒരു മീൻ കഷ്ണം വെച്ച് കൊടുത്ത പോലെ അല്ലെങ്കിൽ ഒരു മധുരം കൊടുക്കുന്ന പോലെ ഷുഗർ കോട്ടഡ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം വളരെ സീരിയസ് ആണ്. നമുക്ക് അത് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വേണം എത്തിക്കാൻ, പറയണം. പിന്നെ അതിനെക്കാട്ടൊക്കെ ഉപരി ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകൾ, 2 സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ കൃത്യമായിട്ട് പറയാം. സിനിമ വരുന്നേ ഉള്ളൂ എങ്കിലും ഒന്ന്, കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ള കപ്പിൾ, അവർ ദിവസം രാവിലെ കരഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരല്ല. ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ജീവിതം മുന്നോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മാത്രമാണ് വേവലാതി എന്ന് വിചാരിച്ചൊരു സമൂഹം ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2, കുഞ്ഞ് ഉണ്ടാവുന്നത് നല്ല കാര്യവും കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് മോശം കാര്യമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് 2 ഇതാണ്. ഇത് പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് അത് ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ ആവുള്ളൂ. അപ്പോൾ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എപ്പോഴും ഗുണമുള്ളത്, നമ്മൾ ആക്ഷേപഹാസ്യം പറയും. ഹാസ്യം എന്നുള്ള വാക്ക് അവസാനമാണ് നിൽക്കുന്നത്, ആക്ഷേപമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പറയുക, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട്. സാധാരണക്കാരൻ്റെ കാര്യമാണത്. ഇത് വലിയ ഈ ചേച്ചി നേരത്തെ പറഞ്ഞ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യമാണ്, എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്, അയാളത്തെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുക, ഒരാളുടെ അവസ്ഥയെ പറയാൻ പറ്റുക, അത് സിമ്പിളായിട്ട് പറയാൻ പറ്റുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇന്ന് കാലത്ത് ഞാനും ചിന്നുമൊക്കെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബോഡി ഷേമിങ്ങിൻ്റെ വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റും നടക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഒരു കാര്യം പറയാൻ. അപ്പോൾ ആ സൂക്ഷ്മത പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹ്യൂമർ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്കാർക്ക്, ചിരിക്കാൻ ഇഷ്ടമാണ്. തിയേറ്ററിൽ വന്ന കുറച്ച് ചിരിച്ച് ആസ്വദിച്ച് ചിരിച്ച മുഖത്തോടു കൂടി ആൾക്കാർ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ചിന്നോനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഇപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും ഒരു പക്ഷേ സ്ക്രീൻ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം അതിൻ്റെ കഥയെല്ലാം കൺസീവ് ചെയ്ത രീതിയൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയായിരിക്കും. പക്ഷെ പെർഫോം ചെയ്ത സമയത്ത് ചിന്നുവിന് എപ്പോഴെങ്കിലും അയ്യോ ഇതെവിടെയെങ്കിലും ഒരു ബോർഡർ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം പാർവതി ചേച്ചിയാണെങ്കിൽ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ കഥ വായിക്കുന്ന സമയത്തോ നറേഷൻ്റെ ടൈമിൽ എപ്പോഴെങ്കിലും ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സോബർ ഡൗൺ ചെയ്താലോ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വിശേഷം സിനിമയ്ക്കകത്ത് അങ്ങനെ, കാരണം അത് ഭയങ്കര സെൻസിറ്റിവിറ്റിയോട് കൂടി എഴുതിയിരിക്കുന്ന ഡിറക്റ്റ് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരാളുടെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എന്നിരിക്കും ഇഫ് ഐ ഹാഡ് എനി സജഷൻസ്, അത് എന്തായിരുന്നാൽ പോലും ദീസ് ഫോക്സ് വർ വെരി റിസെപ്റ്റീവ്.
അത് വാട്ട് എവർ ദാറ്റ് കൺസേൺ ഇസ്, അത് ചിലപ്പോൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കൺസേൺസ് ആയിരിക്കാം, ആസ് എ പേഴ്സൺ ആസ് എൻ ആക്ടർ ഉള്ള കൺസേൺസ് ആയിരിക്കും, അതൊക്കെ ഭയങ്കര റിസപ്റ്റീവ് ആയിരുന്നു. പിന്നെ ദ റിയാലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇസ് ആസ് എ വുമൻ in cinema, there are limitations to how much your word is taken. So എല്ലാ സെറ്റിലും അത് ഉണ്ടാവണം എന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായമായി മാത്രം ഒതുങ്ങി പോകുന്ന പല സെറ്റുകളും ഉണ്ട്. Unfortunately, that's the reality. I think in life and in cinema. Thankfully, വിശേഷം was not one of those sets. And വിശേഷത്തിൽ അങ്ങനെ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറേ സിനിമകളിലും അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഫിലിം മേക്കേഴ്സ് വെർ വെരി സെൻസിറ്റീവ് ഹ്യൂമൻ ബീങ്സ്. സോ യാ. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് എന്താണെന്നറിയോ, നമ്മൾ നേരെ തിരിച്ചു വേണം ആലോചിക്കാൻ. നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ഭൂമിയിൽ നമ്മൾ സാധാരണ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇൻസെക്യൂർ ആകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് വെളിയിൽ പറയാൻ അവനവനോട് തന്നെ സമ്മതിക്കാൻ പറ്റാത്ത കുറേ വിഷയങ്ങൾ. അത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമുക്കിത് കണ്ടു കഴിയുമ്പം നമുക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് തോന്നുന്ന അത്രയും ഒരു കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാത്തൊരു കാര്യം ഉറക്കെ പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. വടക്ക് നോക്കിയ ചിത്രത്തിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞാൻ കറുത്തതാണ്, തീരെ പൊക്കവും ഇല്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നു. കാരണം ഇത് ആൾക്കാർ ഉള്ളിൽ മാത്രം വെക്കേണ്ട ഒരു ദുഃഖമാണ്, ഇത് പുറത്ത് പറയേണ്ടതല്ല എന്നാണ് പൊതുവിൽ ജനം അതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. ബിക്കോസ് നിന്റെ അവസ്ഥ ഏതാണ്ട് നീ ഇതിലെന്നൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെ അല്ല. ഈ പിന്നെ എന്താ പൊക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഇരുണ്ടിരിക്കുന്നതോ അല്ലെ അതുപോലെ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമല്ല ഒരു ബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മാനദണ്ഡം എന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് വിശേഷം. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പോർട്രേയിലാണ്. ലോകത്തിൻ്റെ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കാതിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഇൻസെക്യൂരിറ്റീസിന് ഒരു 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 ശമനം കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ വിശേഷത മനസ്സിലാക്കി. എൻ്റെ സിനിമ ആക്ച്വലി ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഈ സിനിമയിൽ അങ്ങനെ വേറെ ആർക്കും പെർഫോം ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ബട്ട് ഐ എം ജസ്റ്റ് ഹാപ്പി ദറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് ഫിലിം. എൻ്റെ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. അത് ഒരു അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര ക്രൂഷ്യൽ. ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയുമല്ല. അതിന് ആ സിനിമയുടെ ഒഴുക്കിൽ പക്ഷെ എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ എന്നെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യം പറയാം. ഡോക്ടർ, മലയാള സിനിമയിലെ ഡോക്ടർ ഇവര് പിന്നെയും ഡോക്ടർ എല്ലാത്തിലും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ സിനിമയിലും ഡോക്ടർ, മലയാള സിനിമയിൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഇനിയും ഡോക്ടറോ എന്ന് ശരിക്കും പറഞ്ഞ് നമ്മൾ ആലോചിക്കുന്ന എന്താ അതിനകത്ത് ചെയ്യാനുള്ള. പക്ഷെ വിശേഷത്തിലെ ഡോക്ടർ ഭയങ്കര സ്പെഷ്യലായി പോയി എനിക്ക്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ സിനിമയിൽ പെർഫോമൻസ് വേണ്ട, ഇത് ശരിക്കും പെർഫോം ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ വേറെ ഒരു തരം മീറ്ററാണ് എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടി വന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ ലുക്കും എല്ലാം ഡിഫറെന്റ്. അപ്പൊ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ കുറച്ച് മേക്കപ്പ് ഇട്ട് വരണം എന്ന് വിചാരിച്ചു. ആ ക്യാരക്ടർ എന്നെ ചേച്ചി ഇപ്പൊ കണ്ടാൽ ഇന്ന് കാണാൻ ഒരു ഡോക്ടർ ലുക്ക് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ചേച്ചി എവിടെ പോയാലും ഡോക്ടർ ലുക്ക് ആണെന്നുള്ള കാഷ്വലായിട്ടൊക്കെ ചില ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഇന്ന് ചേച്ചി വന്ന ലുക്കും നമ്മുടെ പടമായിട്ടൊക്കെ വളരെ റിലേറ്റബിൾ ആയതുകൊണ്ടാണ് ഐ ഡിസൈഡഡ് ടു കം ലൈക്ക് ദിസ്. എന്ന് വെച്ചാൽ ബിക്കോസ് എനിക്ക് വിശേഷം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തത്, ഒറ്റ ദിവസം. അല്ല, ഞാൻ കുറവ് കൂടുതലോ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ കെട്ടിയോളറിന്റെ മാലാഖയില് ഒരു സീനിലാണ് ഞാൻ വന്നത്. പക്ഷെ ആ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ആ പടം. അപ്പൊ ആ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഭയങ്കര ഒരുപാട് പേർക്ക് ഐഡന്റിഫൈ ആവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരു സിനിമയാണ്. അപ്പൊ അതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ഓൾവേസ് എ ബ്ലെസ്സിങ്. അപ്പോൾ അത് അങ്ങനെ ഒരു ടീമായിരുന്നു. ആനന്ദ് എഴുതിയത്
അതിനൊരു വരികൾ നമുക്ക് ഡയലോഗ്സ് എഴുതുമ്പോൾ സൂരജ് അത് പറഞ്ഞു തരുന്ന രീതി, ഞങ്ങൾക്ക് തരുന്ന ഫ്രീഡം, നമ്മളത് അങ്ങനെ കൂടെ ചേട്ടൻ ഇങ്ങനെ കൂടെ ചേട്ടൻ എന്നൊക്കെ ഇപ്പം ചിന്നു പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേണ്ട ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി. ഉർവശി ചെയ്തതിൻ്റെ പറഞ്ഞില്ല 3 പല്ല് കാണിച്ച് ചിരിക്കും. ഞാൻ കുറേ ചിരിച്ചത് കേട്ടു. നിങ്ങൾ വേറെ ഒന്നും ചേട്ടാ 3 പല്ല് കാണിച്ച് ചിരിക്കും, സാധനം വലത്തോട്ട് നോക്കും, ഇനി ഇടത്തോട്ട് നോക്കും, ഇനി ഇത്രയും മതി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇതൊരു ടീം വർക്ക് ആയിരുന്നു. സീൻ കൊണ്ട് തന്നിട്ട് നിങ്ങൾ നോക്കിയാണോ, നിങ്ങൾക്ക് പറയാൻ ഓക്കെയാണോ, നമ്മൾ നോക്കിയാണോ, നമ്മൾ എല്ലാവരും. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യുമ്പോൾ തിരിച്ചാനന്ദ അതുപോലെ തന്നെ. ഇപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള അത് ഹെൽപ്പ് പോലും വേണേൽ ചോദിച്ചാൽ മതി. ഇത് വളരെ അപ്പം തന്നെ കിട്ടിയ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ഒരു പ്രോസസ്സായിരുന്നു എന്നെ സംബന്ധിച്ച്. നല്ല രസമുള്ള. അത് നേരത്തെ ചിന്നു പറഞ്ഞതിനോടും ചേച്ചി പറഞ്ഞതിനോടും ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മുടെ എഡിറ്റർ ഒരു സ്ത്രീയാണ്, മാളവിക. പിന്നെ നമ്മുടെ ADസിലും ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് ഒരു പുരുഷന്റെ സിനിമയോ സ്ത്രീയുടെ സിനിമയായിട്ട് നിൽക്കുന്ന സിനിമയല്ല. ഇത് ഒരു കപ്പിളുടെ കഥയാണ് നമ്മുടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണം, എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് ആലോചിക്കുമ്പോൾ കാണുന്ന വീക്ഷണം വേറെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ഇപ്പൊ നമ്മുടെ അടുത്ത സീൻസിലാണെങ്കിൽ പോലും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ മാളവിക കരിക്കില്, പിന്നെ ഗൗതം കരിക്ക് ഡയറക്ട് ചെയ്ത ഗൗതമിന്റെ വൈഫാണ് പൊരുളുടെ. അപ്പൊ മാളവിക ഇടയ്ക്ക് വെച്ച് കാണാറുണ്ട്. അപ്പൊ മാളവിക വളരെ എക്സൈറ്റഡ് ആയിരുന്നു വിശേഷത്തെ കുറിച്ച്. മാളവിക ഇങ്ങനെ ഞങ്ങള് ക്യൂവിന്റെ തന്നെ ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മാളവിക എങ്ങനെയുണ്ട് വിശേഷം എന്ന് വെച്ചപ്പോൾ നല്ല ചേച്ചി. അപ്പൊ ഗൗതം പറയാം, നിങ്ങൾ മുഴുവൻ സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അത് എന്താ അങ്ങനെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് കൂടെ കണക്റ്റ് തോന്നുന്ന. മറ്റത് ഒരു സിനിമ, അത് അവരുടെ സിനിമ, നമ്മൾ ഓക്കെ അങ്ങനെ അല്ലാതെ ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ കടന്നു പോയിട്ടുള്ള കാര്യമാണ്, എനിക്കിത് കാണണം, ഇത് കാണുന്ന ആൾക്കാരെ എനിക്ക് കാണണം എന്ന് പറയുന്ന തരത്തിലൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നത് വളരെ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട്. ഇപ്പം ഫീമെയിൽ പെർസ്പെക്റ്റീവിന്റെ കാര്യമാണ് പറഞ്ഞപ്പോഴും ദാറ്റ്സ് അനദർ തിങ് ഐ നോട്ടീസ്. നമ്മൾ ടീച്ചർ കാണുന്ന സമയത്തും ചിന്നുവിന്റെ ക്യാരക്ടറിന് വളരെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആനന്ദേട്ടൻ്റെ ക്യാരക്ടറിനെക്കാളും ഒരു പടി മുന്നിലാണ് ചിന്നുവിൻ്റെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും. ആ ഒരു അത് മേ ബി പേഴ്സണൽ ആസ് എ ഫീമെയിൽ ഓഡിയൻസ് നമ്മൾ കാണുന്നത് കൊണ്ടുള്ള വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു മുൻതൂക്കം സജിത എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ റിയലി തിങ്ക് നമുക്ക് പടം കാണുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുമായിരിക്കും. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഞാൻ ഈ സിനിമ അങ്ങനെ അല്ല ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ആൽഫ മെയിലിന്റെ മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ഒരു നാട്ടില് ആൽഫ മെയിലിനെ അല്ല സത്യത്തെ സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആൽഫ മെയിലൊന്നും അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ച് പെൻഷനെ കിട്ടുമോ എന്നുള്ളതാണ് സാധാരണ ഒരാള്. ആൽഫ മെയിലിനെ ആദ്യത്തെ 1 വർഷം ഓക്കെ, അത് കഴിയുമ്പോ എന്നും അതുപോലെ സൗന്ദര്യം എന്ന് പറയുന്നതും എൻ്റെ അമ്മ പറയുമായിരുന്നു, കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് നോക്കേണ്ടത് സൗന്ദര്യമൊന്നുമല്ല, ആദ്യത്തെ കുറച്ച് ദിവസം കൊള്ളാം, പിന്നെ സൗന്ദര്യം കുറഞ്ഞു വരുന്നത്, നല്ലൊരു ആളാണെങ്കിൽ സൗന്ദര്യം കൂടി വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ പാർട്ട്ണറിൽ തിരയുന്നത്? അപ്പൊ ചിലപ്പോൾ നമ്മളെ അയലത്തെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റ് എന്നെയും ഇപ്പൊ എൻ്റെ ഹസ്ബൻഡേയും കൂടെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആക്കുമായിരുന്ന മട്ട് അപ്പൊ നമുക്കിത് മനസ്സിലാവും. ഞങ്ങളുടെ ഭയങ്കര ചിരിയെന്ന് വെച്ചാൽ അവർ എക്സ്പെക്ട് ചെയ്ത് ഇപ്പൊ എന്നെ അല്ലെ എന്റെ ദേറം എന്നൊക്കെ പറയുന്ന എന്തോ ഒരു കുറെ കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ട് നോക്കിയിട്ട് ഇതല്ല അവര് പ്രതീക്ഷിക്കുന്ന ഒരു ഹസ്ബൻഡ്. നമ്മള് 30 വർഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് കാണുന്നേ ഇല്ല. അവരെപ്പോഴും എന്തും പ്രശ്നം ഉണ്ടായിരുന്നിട്ടില്ലേ എന്ന് എപ്പോഴും ചോദിക്കുക. എന്ന് വെച്ചാൽ അത് വേറെ എന്തുവാണ് നമ്മൾക്ക് റിലേഷൻഷിപ്പ് എന്ന് വേണ്ടത്. അത് സ്ത്രീകളിലോട് ഒരിക്കലും ആരും ചോദിക്കാതെയാണ് പൊതുസമൂഹം ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നീ പെർഫോം ചെയ്യളയോ, നീ ഇന്ന് തന്നെ കേട്ടോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ അതൊന്നും അല്ല സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്ന ഒരു റിയൽ ടോക്ക് അല്ലേ ജിന്നു? എന്താ പറയുന്ന ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സോറി എല്ലാ ചോദ്യങ്ങളും പാർവതി ചേച്ചി തന്നെ ഉത്തരം പറയണം എന്നാണ് എൻ്റെ ഒരു അല്ലല്ല സീരിയസ് ആയിട്ട് അല്ല, she puts things in Yeah, puts things very അല്ലേ? സ്പേസിലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ നിർത്തി കൂടുതൽ സംസാരിക്കണം എന്നാണ് ചിന്ത. പക്ഷെ പറഞ്ഞു കഴിയുമ്പോ കറക്റ്റ് എല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ് ഓൾ എൻകോംപസിംഗ് അല്ല, അത് ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലേ? ഇതുകൊണ്ടാ പാർവതി ചേച്ചി ആ ക്യാരക്ടറിന് വേണമെന്ന് ഇവര് പറഞ്ഞോണ്ടിരുന്നേ. അത് തന്നെയാണ്. ചേച്ചിക്ക് നിർബന്ധമില്ല. ആക്ച്വലി അതൊരു പാർവതി ചേച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കും സൂര്യചേട്ടനും വളരെ കൃത്യമായിട്ടുള്ള, കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഡോക്ടർമാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പാർവതി ചേച്ചി ഇതുവരെയും കാണാത്തൊരു ഡോക്ടറാണ് അത് എന്തായാലും. അതാണ് അപ്പൊ അതുകൊണ്ടും അപ്പൊ നമ്മള് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കണം. ഇതൊന്നും അല്ലാത്തൊരു കാര്യമുണ്ട് ഇവരിൽ നിന്ന്. ഇപ്പോ ചേച്ചി മറ്റേ വെബ് സീരീസ് ചെയ്തില്ലായിരുന്നോ, ഷറഫ് മാസ്റ്റർ പീസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ക്യാരക്ടറായിരുന്നു. ചേച്ചിയുടെ അത് ആ ടൈമിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ വെക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പരിപാടി മാറ്റി ചിന്തിക്കാൻ ചെയ്യുന്ന തെറ്റല്ലേ? അപ്പൊ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെന്ന് ചേച്ചി ഒന്ന് ചെയ്ത് കഴിഞ്ഞാലേ അത് നന്നാവുള്ളൂ എന്നുള്ളത്. അപ്പൊ കൃത്യമായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സൂരജ് പറഞ്ഞു ഇത് ചെറിയ വേഷമായി പോയി, നമുക്ക് അടുത്ത പ്രാവശ്യം വലുത് പിടിക്കണം. ഓക്കെ, ഇവരുടെ ടീമിൽ ഇനി ഒരു വർക്ക് വരുവായിരുന്നു. അത്രയും നമുക്ക് ഇവരോട് ഒരു ഈ ടീമിനോട് നമുക്ക് ഡബ് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് വിശേഷം ഡബ് ചെയ്യാൻ നാളെ അടിപൊളി എന്ന് പറയുന്നതല്ലേ, നാളെ വിശേഷം ഇങ്ങനെയല്ല നമ്മൾ ഓക്കെ നാളെ വിശേഷം ഡബ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫീല് വരുമല്ലോ. മറ്റേതാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഓർമ്മയുണ്ട്, നമ്മള് ചേച്ചി ഷൂട്ടിന് വന്ന ആദ്യത്തെ ദിവസം രാവിലത്തെ എന്തോ ഷോട്ട് എന്തോ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ചേച്ചി അവിടെ നമ്മുടെ പ്രൊഡക്ഷന്റെ ഒരു ടെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പാട്ട് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് കരയാണ്. അപ്പൊ ചേച്ചിയുടെ അടുത്തേക്ക് പോണോ വേണ്ടേ, എന്താ പ്രശ്നം? ചേച്ചി പാട്ട് കണ്ട് കരയാണ്. അതിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ട്. ഞങ്ങളുടെ ഡയറക്ടർ സൂര്യചേട്ടൻ അവിടെ ഒപ്പം ഉണ്ട്. അപ്പൊ ഞാൻ സൂര്യനോട് ചേച്ചി കരയാന്ന് പറഞ്ഞു. അത് കണ്ണിലെന്തോ പൊടി പോയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചി തന്നെ പറഞ്ഞു അല്ല ഞാൻ കരഞ്ഞു പോയത്. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് നാട്ടുകാർ വിചാരിക്കുന്നത് ഒരു കരച്ചിൽ പടം ഒരു ആനന്ദാശ്രമായിരുന്നു. കണ്ണുനീരല്ല, നമ്മളെ ചിലപ്പോ നമ്മൾ ടച്ച് ചെയ്യുന്ന ചില മൊമെന്റ്സിൽ കണ്ണ് നിറയില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും. ചില റിയൽ ലൈഫ് മൊമെന്റ്സ് കണ്ടാൽ, ചില സ്നേഹത്തിന്റെ സ്പർശം കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറയുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമ. കാരണം ഇവർ രണ്ടുപേരും സിനിമയിൽ ഭയങ്കര റിയലാണ്. ഇപ്പൊ ഇവർക്ക് ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതിന്റെ വേറെ ചിന്നുവിനും ആനന്ദിനും രണ്ടുപേർക്കും ഇവരുടെ കഥാപാത്രത്തെ കുറിച്ച് ഒരുപാട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ സിനിമ എനിക്ക് അറിയുന്ന ഒരാളല്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഒരു പാട്ട് കണ്ടിട്ടുണ്ട്, കുറച്ച് കഥ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു സെഷനിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഷൈ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും അവർ തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ഞാൻ കണ്ട അറിവേ എനിക്കുള്ളൂ. പക്ഷെ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ദാറ്റ്സ് why I am so excited. I want to see this movie. വിശേഷം ഇറങ്ങുമ്പോൾ എനിക്ക് കാണണം എന്ന് പറയുന്ന ഒരു മൂഡിൽ ഞാൻ എത്തിയത് ആ ഒരു ചെറിയ സീൻ. എനിക്ക് അത്രേ അറിവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഓവറായി പോവില്ല. സിനിമ എനിക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എനിക്ക് അറിഞ്ഞൂടാ. സേഫ് ആണ്. അപ്പോൾ ചേച്ചി എത്ര സംസാരിച്ചാലും സേഫ് ആണ്. ഇപ്പൊ ചേച്ചി ഇത്ര മഞ്ഞപ്പോൾ വി ആർ ഓൾസോ ലൈക്ക് ലുക്കിംഗ് ഫോർ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടി വരികയാണ് പെട്ടെന്ന് റിലീസായിട്ട് കാണണം. എന്തായാലും ഐ റിയലി തിങ്ക് അത് വളരെ ഭംഗിയായിട്ട്, എനിക്കൊന്ന് ഓഡിയൻസ് എല്ലാവരും ഒരുപോലെ തന്നെ റിസീവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫിലിമാണ്. ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞിച്ചിട്ട് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ചേച്ചി ഇടയ്ക്ക് പറഞ്ഞ സമയത്ത് ആനന്ദേട്ടന്റെ വരികൾ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. അത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. വിച്ച് ബ്രിങ്സ് മീ ടു ദ സോങ്സ്. ആനന്ദേട്ടനാണ് ഇതിന്റെ സോങ്സും എഴുതിയിരിക്കുന്നത്. യു ബേസിക്കലി ആ മ്യൂസിക് കമ്പോസർ. പക്ഷെ ഇതിനകത്ത് വരികളും ആനന്ദേട്ടൻ തന്നെയാണ്. നമ്മുടെ 2 പാട്ട് റിലീസായതിൽ രണ്ട് മൂഡിൽ നിൽക്കുന്ന സാധനമാണ് അല്ലേ. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രണയം പൊട്ടി വിടർന്നല്ലോ എന്ന് പറഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള
വളരെ ഹോൾസം എന്ന് പറയുന്ന വാക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇല്ലാത്ത ബട്ടർഫ്ലൈസ് ഒക്കെ തോന്നും. അത്രയും ഭംഗിയുള്ള ഒരു പാട്ടാണ് ഓൺ ദ വൺ സൈഡ്. ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് മുന്നോട്ട് വളരെ പമ്പപ്പ് ചെയ്തിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ഡിറ്റർമിനേഷൻ എന്താ പറയുന്നത്, ഫുൾ അങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആനന്ദന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ലൈക്ക് സിൻസ് യു ഹാവ് ബിൻ റൈറ്റിംഗ് എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ് ഈസിയർ ഫോർ യു ഓർ വാസ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ യു? എനിക്ക് തോന്നിയത് ഈ പാട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിട്ടില്ല അതിനകത്ത്. ഞാൻ കഥ എനിക്ക് വളരെ പരിചിതമായതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് ഇതിലെ 4 പാട്ടുകളാണ് നമുക്ക് ഉള്ളത്. 2 വന്നത്. പാട്ടുകൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കണം എന്നുള്ളതാണ്. കാരണം അത് സംഭവിച്ചു കഴിയുമ്പോൾ അത് വളരെ കറക്റ്റായിരിക്കുക, അതാണ് പതിവ്. അപ്പം മറ്റൊന്നും ഇങ്ങനെ മുളച്ചു നിൽക്കും, നമ്മൾ ഏച്ചു കൂട്ടി ഫോഴ്സ്ഫുള്ളി അതിനു വേണ്ടി ഇങ്ങനെ. അപ്പോൾ ഇതിലെ പാട്ടുകളിൽ ഒരിക്കലും എനിക്ക് കമ്പോസ് ചെയ്തിട്ടാണോ വരി എഴുതിയിട്ട് അങ്ങനെ ചോദ്യം വന്നിട്ടില്ല. എനിക്ക് ഒരുമിച്ചാണ് ഇതെല്ലാം കൂടി സംഭവിച്ചിട്ടുള്ളത്. മിക്കവാറും ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇതിലെ പാട്ട്. കാരണം ഞാൻ മിക്കവാറും കഥ നറേറ്റ് ചെയ്യാനും ഒക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൽ, കാരണം എനിക്ക് അറിയാം ഇതിൽ 4 പാട്ട് വേണം, ഞാൻ വേഗം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ട്. അപ്പം വൺസ് വരികളോട് കൂടിയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് പാട്ടുകൾ എപ്പോഴും വളരെ പേഴ്സണലാണ്. നമ്മൾ പറയും ട്യൂൺ ചെയ്തിട്ട് വരി എഴുതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഓക്കെ ട്യൂൺ ഒക്കെ നമുക്ക് വേണമെങ്കിലും അതിന്റെ വരിയിലെ ഏതോ 2 വരിയായിരിക്കും നമ്മൾ ആ പാട്ട് രണ്ടാമത് കേൾപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഒരു ഏതോ ഒരു എലമെന്റ് ആയിരിക്കും നമ്മളെ, അത് മിക്കവാറും വരിയായിരിക്കും. അത് നമുക്ക് പേഴ്സണലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് റിപ്പീറ്റഡ്ലി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇമോഷൻ അനുസരിച്ച്, നമ്മുടെ മൂഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട്. അപ്പോൾ ഇതിലെ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു പല ഇവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ പോകുന്ന പാട്ടുകളാണ് നമുക്കുള്ളത്. അത് വളരെ ഈ സിനിമ എത്രത്തോളം റിലേറ്റബിൾ ആണോ അതുപോലെ തന്നെ ഒരുപാട് ഫുൾ ഓഫ് ലവ് ഉള്ള പാട്ടുകൾ ചെയ്യാനുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തിരിച്ച് ലവ് ഇങ്ങോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായും. ഇപ്പം പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വരികൾ വളരെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രണയം പൊട്ടിവിടർന്നല്ലോ എന്നുള്ള പാട്ടിൻ്റെ ആണെങ്കിലും അതിൻ്റെ വാക്കുകൾക്ക്, ആ ചോയ്സ് ഓഫ് വേർഡ്സിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി. പ്രണയം തളിരിട്ടു എന്നോ അല്ലെങ്കിൽ വിരിഞ്ഞു എന്നൊന്നല്ല, പൊട്ടിവിടർന്നൊരു ക്വിക്നെസ് ഉണ്ട് അതിന്. ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ള വരികളാണെങ്കിലും ഒന്നാം നാൾ കണ്ടപ്പോൾ അടിപിടി ഇടിതടി ആയല്ലോ. നമ്മൾ മേ ബി ഓൺ എ റെഗുലർ ബേസിസ് പാട്ടുകളിലോ അല്ലെങ്കിൽ വരികളിലോ ഗാനരചനയിൽ അങ്ങനെ കേട്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് എവറിഡേ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദാറ്റ്? ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. ഞാൻ കവിയല്ല, ബേസിക്കലി ഞാൻ കവിയല്ല. പക്ഷെ അതിലൊരു കവിത ഉണ്ട്, ഇറ്റ്സ് പോയറ്റിക്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ചിന്തിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രണയം പൊട്ടി വിടർന്നല്ലോ എന്ന് പറയുന്നതിന്റെ കാരണം പോലും ഒരു പ്രണയിക്കാൻ ഒരാൾ ആഗ്രഹിച്ചിട്ട് വെൻ യു മീറ്റ് സംവൺ ദ റൈറ്റ് പേഴ്സൺ എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ എനിക്ക് തോന്നണില്ല അതിങ്ങനെ തളിരിട്ട് ഇങ്ങനെ പതുക്കനെ കയറി വരുന്ന ടക്ക് എന്ന് പറഞ്ഞ് കയറി വരുന്നൊരു കാര്യം തന്നെയാണത്. അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊട്ടി തന്നെ വിടരണം പ്രണയം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിങ്ങനെ സംശയിച്ച് ആകുലപ്പെട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു റൊമാൻറ്റിക് മൊമെന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇതിലെല്ലാ പാട്ടുകളും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം ചിന്നോനാണെങ്കിലും പാലശ്ശേരിക്കാണെങ്കിലും ഇപ്പം പറഞ്ഞു ത്രൂ ഔട്ട് ഷൂട്ടിൻ്റെ ടൈമിൽ വളരെ വലിയ രീതിയിലൊരു വോംത്ത് എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് മോർ ഓർ ലെസ് ലൈക്ക് എ ഫാമിലി എന്ന് പറയും. നമ്മുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും അതുപോലത്തെ ഒരു ഹോൾസം ആയിട്ടുള്ള ഒരു മൊമെന്റ്, എന്തെങ്കിലും ഇപ്പം തന്നെ പടം റിലീസ് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് കൃത്യ സിറ്റുവേഷൻ എടുത്ത് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും എനി വൺ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് വിച്ച് യു വുഡ് ലൈക്ക് ടു ഷെയർ, അല്ലെങ്കിൽ ഇത് ആൾക്കാർ അറിയണം എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സംഭവം ചിന്നുനാണെങ്കിലും പാലശ്ശേരിക്കാണെങ്കിലും പറയാനുണ്ടാവും? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഏബിൾ ടു ഫിഗർ ഔട്ട് സംതിങ്. പക്ഷേ എനിക്ക് വാട്ട് ഐ ഫെൽറ്റ് ഇസ് നമ്മൾ ചില സിനിമകളിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ സിനിമ കഴിഞ്ഞിട്ടും വി ബ്രിങ് ദ പീപ്പിൾ വിത്ത് അസ്. അത് എല്ലാ സിനിമയിലും നടക്കുന്ന കാര്യമല്ല. അപ്പം വിശേഷത്തിൻ്റെ ലൈക്ക് കൂടെ ഉണ്ടായിരുന്ന കാസ്റ്റ് ആൻഡ് ക്രൂവിലും ഒരുപാട് പേര് they have become part of my everyday life. അപ്പോൾ അത് for me is makes വിശേഷം extra special.
സോ ഒഴിയാബാധ പോലെ ഞാൻ അവരുടെ കൂടെ. ഇപ്പൊ ചേച്ചിക്കാണെങ്കിൽ ചേച്ചി പറഞ്ഞു അത് ചെറിയൊരു ടൈം സ്പേസിലായിരുന്നു, പക്ഷെ എങ്കിൽ പോലും ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് എന്തായാലും ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി ക്ലോസ് ടു യുവർ ഹാർട്ട്. ഞാൻ ഈ ഫിലിം സെറ്റിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു പറയുന്നത്. എനിക്കത് ഭയങ്കര കോമഡിയാണ്. കുടുംബം പോലെ ഒരിക്കലും ആവാൻ ഒക്കില്ല ഫിലിം സെറ്റ്. അങ്ങനെ എങ്ങനെ കുടുംബം പോലെ ആവുന്നു? കുടുംബം തന്നെ നമുക്ക് കുടുംബം പോലെ ഒരു സെന്റൻസ് ആണ്, വെറുതെ ഒരു സെന്റൻസ് ആണ്. പക്ഷേ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന, ഇമ്പാക്ട്ഫുൾ ആയിട്ട് ആലോചിക്കുന്ന, അവനവൻ്റെ പണി അറിയാവുന്നവരെ കാണുമ്പോഴാണ് നമ്മളൊരിടത്ത് എക്സൈറ്റഡ് ആവുന്നത് സിനിമയിൽ. നമ്മളെ പിന്നെ പാമ്പർ ചെയ്യോ നമ്മളെ കൊഞ്ചിക്കോ ഒന്നും വേണ്ട, നമ്മളെ പണിയെടുക്കണം, അവരും പണിയെടുക്കുന്നു. ആ ഒരു സിനർജി ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഫാമിലി പോലെ പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, എനിക്കത് താല്പര്യമില്ല. ഞാൻ ഫാമിലി ഇല്ല, ഇല്ല, അതല്ല, നമ്മൾ സ്നേഹമാണ്. ഇപ്പം ഞാൻ ചിനുവും ഭയങ്കര സൗഹൃദമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി അല്ല. ഞാനോ ആനന്ദും ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റഡ് ആനന്ദിൻ്റെ പിന്നെ ബുദ്ധിയിൽ ഞാൻ ഭയങ്കര ബിലീവ് ചെയ്യുന്നുണ്ട്. ചിന്നുവിൻ്റെ ഇൻസ്റ്റിങ്സിൽ, ടാലൻറ്റിൽ, ബുദ്ധിയിൽ, പിന്നെ കോൺഫിഡൻസിൽ ഞാൻ ഭയങ്കര ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഷീ ഈസ് നോട്ട് മൈ ഫാമിലി ആൻഡ് ഐ എം നോട്ട് ഹർ ഫാമിലി. ഞങ്ങൾ ആ ഒരു അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ എപ്പോഴും എല്ലാവരും പറഞ്ഞേക്കും ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങളൊരു കുടുംബം പോലെ. അതേത് കുടുംബം? ഒരുമിച്ച് കുടുംബം തന്നെ കുടുംബമല്ല, പിന്നെ കുടുംബം അല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമ ഒരുപാട് സ്പെഷ്യലാണ്. കാരണം നമുക്കൊരു ഇപ്പോൾ ഒരു ഹസ്ബൻഡായിട്ട് ഒരു കല്യാണം കഴിക്കുന്ന ഒരു പ്രായം എന്ന് പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്കുള്ള പിള്ളേർ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണ് വേണം എന്ന് പറയുമ്പോൾ ആദ്യം പോകുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ മുടി ഒന്ന് ശരിയാക്കണ്ടേടാ നീ ഇങ്ങനെ. അപ്പോൾ അത് ഈ ആനന്ദ് എന്ന് പറയുന്ന ഒരു ആളാണ് ഹീറോ ആയിട്ട് ഇവിടെ വരുന്നത്. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആളുടെ ഒരു തരം ഷെയ്മിങ്ങും ആളുടെ 7 അയലത്ത് വരത്തില്ല. അതേപോലെ ഒരാളാണ് ചിന്നു. ചിന്നുവിനെ ഒന്ന് ബോഡി ഷെയിം ചെയ്യാൻ അവർ ശ്രമിച്ച് തളരുന്നതല്ലാതെ നടക്കില്ല. കാരണം ചിന്നുവിന് അവനവനെ കുറിച്ചുള്ള ഉറപ്പത്ര ഇതാണ്. അങ്ങനെയുള്ള 2 പേരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ. നമ്മളെന്ത് ചെയ്ത് നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. എൻ്റെ ശരീരം എനിക്ക് പ്രശ്നമാണ്, എൻ്റെ തടി എനിക്ക് പ്രശ്നമാണ്, പലതും എനിക്ക് പ്രശ്നം. ഞാൻ അത് ഭയങ്കര. അപ്പം ഇവരെ കണ്ട് 2 ദിവസത്തേക്ക് ഞാൻ ഓക്കെ ആയിരുന്നു. കാണണം, ഒന്ന് കണ്ടിട്ട് പോകുമ്പോൾ അപ്പോൾ അവരുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സിനിമകൾ നമുക്ക് ലൈഫ് ലോങ് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്ന എലിമെൻറ്റ്സ് ഉള്ള സിനിമകളായിരിക്കും അവരെഴുതുന്ന സിനിമകൾ. അപ്പോൾ ആ ഒരു ഹീലിംഗ് ടച്ചുള്ള സിനിമകളെ, ഇപ്പോൾ തമാശ എന്നെ സംബന്ധിച്ച് ഹീലിംഗ് ടച്ചുള്ള സിനിമയാണ്. അതിനകത്തൊരു ഹീലിംഗ് ടച്ചുള്ള സിനിമ. ചില സിനിമകൾക്ക് അങ്ങനെ ഒരു ഹീലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ഹീലിംഗ് ഉള്ള സിനിമയാണ് വിശേഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഭാരതി ചേച്ചി മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ. നിങ്ങൾ പക്ഷേ ഹൗ ബ്യൂട്ടിഫുള്ളി പുട്ട് അല്ലേ, ഹീലിംഗ് ടച്ച് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇതിനപ്പുറം ശരിയായിട്ടൊന്നുമില്ല പറയാനില്ല. അപ്പൊ നമുക്ക് ഇത് പോസ്റ്ററിൽ എടുക്കാട്ടോ. അല്ല, യാഥാർത്ഥ്യമാണ്. കാരണം അത് നമ്മള് ഞാനത് എഴുതിയ ആളെന്നുള്ള രീതിയിൽ കാണുമ്പോൾ ആ വാക്ക് വളരെ എക്സാക്റ്റ് ആണ്. അഗൈൻ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒന്ന് സംസാരിച്ച് നമുക്ക് ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ കൺസീവിങ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ജനറലി കുറച്ച് പടങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ ബധായി ഹോ, അല്ലെങ്കിൽ ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ ഇപ്പം തമിഴിലാണെങ്കിൽ വീട്ടിലെ വിശേഷം, ഉർവശി ചേച്ചിയുടെ, അങ്ങനെയൊക്കെ ഓൾറെഡി ഈ ഒരു ജോണറിൽ, ഇഫ് വി ക്യാൻ കോൾ ഇറ്റ് എ ജോണർ, അങ്ങനെ ഉള്ള സമയത്ത് ഈ ഒരു പടം എങ്ങനെയാണ് ഫിറ്റിനാവുന്നത്? നമ്മൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നത്, ഒരു എക്സ് ഫാക്ടർ എന്തുകൊണ്ടാണുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കപ്പിൾ അവരെന്നും കാലത്ത് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെയാണ് എണീക്കുന്നത്. അല്ല, ദി സ്റ്റിൽ ഹാവ് ദെയർ ഓൺ ലൈഫ്. അവർക്ക് ബാക്കിയുള്ളവരോടാണ് പറയേണ്ടത് പ്ലീസ് ഗോ ഗെറ്റ് എ ലൈഫ് എന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു സിനിമ, ഹൗ ലൗഡ് ഇസ് ഇറ്റ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഓഡിയൻസിന് പാലറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ത്രൂ ഔട്ട് ദ നാരറ്റീവ് ഓഫ് ദ ഫിലിം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ലൗഡാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഷുഗർ കോട്ടഡ് ആണ് ഈ പടത്തിൽ?
ഷുഗർ കോട്ടഡ് എന്ന് ഞാൻ നേരത്തെ ഉപയോഗിച്ചത് അതിൻ്റെ ഒരു ഹാസ്യത്തിനെ മാത്രമാണ്. നമ്മൾ പറയേണ്ട കാര്യം പറയണം, അത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഈ ചേച്ചി പറഞ്ഞതിലൊക്കെ ഉണ്ട് അത്. അതായത് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇത്തരം സിനിമ ഈ ജോണറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് ആരുടെ വീക്ഷണത്തിൽ നിന്നാണ് പറയുന്നത് എന്നുള്ളിടത്താണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു കപ്പിളിന്റെ വീക്ഷണത്തിലൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഈ സബ്ജക്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം നമ്മൾ നോക്കുമല്ലോ, സ്വാഭാവികം റിസർച്ച് ചെയ്യും ഏതൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണോ ഉള്ളത്, അതൊന്നും അല്ലാത്ത എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ വ്യക്തമായ ഒരു ബോധ്യമാണ് ഈ സിനിമ എഴുതാനും ചെയ്യാനും എല്ലാം കാരണമായത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൃത്യമായിട്ടുണ്ട്. ആ വീക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറെ ചോദ്യങ്ങളുണ്ട് സ്ഥിരമായിട്ട്. അതായത് ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദിക്കുന്ന ആൾക്ക്? ചോദ്യം കേൾക്കുന്ന ആൾക്കുള്ളത് പോട്ടെ, ചോദിക്കുന്ന ആൾക്ക് ഇത് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? ഒരു കാര്യമില്ലാതെ വന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചിലർ ഈ പറഞ്ഞ മാതിരി ഒരു ആത്മബന്ധം ഇല്ലാത്ത ആൾക്കാർ സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, റിയാലിറ്റിയാണത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ എന്തിനാണ്? അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ചിലർ ഓടുന്ന ഓട്ടം വല്ലായ്മയാണ്. അതെ, അതിനകത്ത് പറയാൻ ശ്രമിച്ചതിനോട് എനിക്ക് തോന്നിയ ആഡ് ചെയ്യാൻ ശ്രമിച്ചൊരു, നമ്മൾ രാവിലെ എണീറ്റ് നടന്നു പോകുന്നത്, നമ്മളൊരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നത് എല്ലാം മറ്റുള്ള ഒരാളുടെ കണ്ണിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനാണ്. അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കോട്ടിനെയാണ് ഈ സിനിമയിൽ അന്വേഷിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് സാറ്റിസ്ഫാക്ഷൻ? അത് വെളിയിലുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണോ, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണോ, നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണോ? അത് പല റിലേഷൻഷിപ്സിലൂടെ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് രസമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. രസമാണ് അത് കാണാൻ. സന്തോഷം, എന്റെ സന്തോഷം എന്റെ, അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇതാണ്. ഇറ്റ്സ് നോട്ട് എ ഫിലിം ജസ്റ്റ് അബൌട്ട് ഫെർട്ടിലിറ്റി. അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം അപ്പോൾ ഉടനെ റിലീസായിട്ട് ഞങ്ങളെല്ലാം ഇപ്പൊ ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും വി ആർ ഓൾ ഈഗർ ടു ആക്ച്വലി വാച്ച് ദ ഫിലിം. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച് ആനന്ദേട്ടാ, ചിന്നു ആൻഡ് പാർവതി ചേച്ചി. താങ്ക് യു സോ മച്ച്. പാട്ടിലുള്ളതുപോലെ മുന്നോട്ട് തന്നെ പോട്ടെ. മുന്നോട്ട് പോയേ പറ്റൂ. മുന്നോട്ട് പോകും, ഉറപ്പായിട്ടും പോകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.